താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. കേരള പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ശരിയായ പ്രസ്താവനകളാണ്. ശരിയായ ജോഡികൾ. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്നു. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വാഗ്ഭടാനന്ദ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദ ഗുരുവാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദ ഗുരുവാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് സവർണജാഥ. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട രചനകൾ. പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഫത്തുൽ മുഹഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. രാജാറാം മോഹൻ റോയുടെ പ്രധാന രചനകളാണ് പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഫത്തുൽ മുഹഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ. ചലച്ചിത്ര അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ചലച്ചിത്ര അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. ഇവ രണ്ടും ശരിയായ ജോഡികളാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലീം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം. ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ്. അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നമച്ച ബർവ. അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയ ഭാഗമാണ് നമച്ച ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ പൂകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ പൂകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം റാറ്റ് ഹോൾ മൈനിങ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിരോധിച്ച നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം
വളഞ്ഞ് പൊളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. നൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായങ്ങൾ. ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായം. അജണ്ട 21 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവ. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവയാണ് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ജരി. ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളവീര. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനിബസന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനിബസന്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനിബസന്റാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. പാഞ്ചാലി ശബദം എഴുതിയതാരാണ്? സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി.
താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവ രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്ര. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്ര. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദ മഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആനന്ദ മഠം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഇവരെല്ലാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്ന വനിതകളാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകളാണ് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവർ ശരിയായ ജോഡി. പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ് ജാതി കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ് ജാതി കുമ്മി. ഇതൊരു ശരിയായ ജോഡിയാണ്. 2025 പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2025 പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെയും ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ ചെറിയാൻ. ചൂടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ.
മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ യോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത്? ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ബോട്ടണിക്കൽ ഗാർഡൻ. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏത്? ഗ്ലോബുലിൻ. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ബി. ബന്ധപ്പെട്ടവയാണ് പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ. മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടവയാണ് പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇവ രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ക്യൂണികൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുയൽ വളർത്തൽ. ക്യൂണികൾച്ചർ, മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിക സന്ധി ഏത്? തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. പേശികോശത്തിലും ന്യൂറോണിനുമിടയിൽ കാണപ്പെടുന്നതാണ് സിനാപ്സ്. രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. സിനാപ്സ് രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ അൽനിക്കോ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് ആയവ. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ എന്നിവ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ എന്നിവ തെർമോപ്ലാസ്റ്റിക് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത്. ഓപ്ഷൻ സി. ഗ്രീൻ എനർജിയിൽ പ്രധാനപ്പെട്ടവയാണ് സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഗ്രീൻ എനർജിക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിലുപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക്. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിലുപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിലേറ്റവും വലിയ സംഖ്യ ഏത്? 62. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? ഓപ്ഷൻ സി. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ 3/4 ഭാഗം നിറഞ്ഞു. എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടായിരുന്നു? 7 ലിറ്റർ.
താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? 5/4. 1 കിലോഗ്രാം ആപ്പിളിന് 150 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? 750 രൂപ. 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? 30 മിനിറ്റ്. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? 5/4. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? 2415 രൂപ. 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് ഉള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിന് നീളം എത്ര? 14 മീറ്റർ. 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 70. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 11 വയസ്സ്. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG എഴുതിയിരിക്കുന്നു. എങ്കിൽ ഹേറ്റ് എന്നതിനുള്ള കോഡ് ഏതാണ്? JCVG. 1 - 1/2 ഇൻറ്റു 1/2 + 1/2. ആൻസർ 1 1/4. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? AZ, BY, CX, DW. ആൻസർ EV. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. നിരീക്ഷണം, താരതമ്യം, വർഗീകരണം, നിഗമനം, അപഗ്രഥനം. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? ഓപ്ഷൻ എ. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? 2 പേർ. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? 16 കിലോമീറ്റർ തെക്ക്. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാൾ ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? സിക്ക്. ABC = 6, BCD = 9 ആണെങ്കിൽ CDE = 12 ആയിരിക്കും.